Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് അർബുദത്തിന് കാരണമാകുന്നു. നീയാണോ? എങ്ങനെ പൂച്ചയെ പോലാണോ വീട്ടിനകത്തേക്ക് വരുന്ന ശബ്ദമില്ലാതെ? നിനക്ക് എല്ലാത്തിനും പേടിയാ. നിന്റെ പനി എങ്ങനെയുണ്ട്? ഉം. ലഞ്ച് കഴിച്ചോ? ആ, കഴിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട്? കുറെ നാളായിട്ട് നീ ഒന്നും ശരിക്ക് കഴിക്കുന്നില്ല. ഏയ്, നിനക്കറിയോ ഞാൻ ഇന്ന് ആരെയാ കണ്ടതെന്ന്? ആരെയാ കണ്ടേ? ഗസ് ചെയ്ത് നോക്ക്. വെറുതെ കളിക്കാതെ ആരാന്ന് വെച്ച പറ. രാജുവിനെ ഓർമ്മയുണ്ടോ നിനക്ക്? അത് തന്നെ, രാജു. രാജു കോളേജിൽ എന്റെ കൂടെ ഫ്ലേർട്ട് ചെയ്തില്ലേ, അവൻ തന്നെ. വേണമെങ്കിൽ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് പറയാം. ഞാൻ ആ മണ്ടൂസിനെ നിനക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയില്ലേ നിനക്ക്? ഓഹ്, ഇപ്പൊ ഓർമ്മ വരുന്നു. 2 മാസമായപ്പോഴത്തേക്ക് നീ അവനെ കൈയൊഴിഞ്ഞില്ലേ? അവന്റെ ആ പ്രാന്ത് കാരണം നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ദിവസവും ഒന്ന് കാത്തു കിടക്കും. അതൊക്കെ ഇപ്പൊ എന്തിനാ വിട്ടേക്ക്? ഇപ്പൊ അവൻ വളരെ സ്മാർട്ടാട്ടോ, നല്ലോണം ചേഞ്ച് ആയി, അറിയാമോ? ഞാൻ ഈ സൺഡേ അവനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ വരാന്നും പറഞ്ഞു. അതിനുള്ളിൽ അവനോട് വീട്ടിലേക്കും വരാൻ പറഞ്ഞു. പിന്നെ അതിനെന്താ, അവൻ വരുന്നോണ്ട് നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിനക്ക് കംഫർട്ടബിൾ തന്നെ ആയിരിക്കും. ശരി, ഞാനൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരാം. പുറത്ത് ഭയങ്കര ചൂടാ. നീ ചായ കുടിക്കുന്നോ? എടുത്തോണ്ട് വാ. ഓക്കേ, ഇപ്പൊ ചായ കൊണ്ടുവരാവേ. പ്ലീസ്, നീ ഒന്ന് കാര്യമായിട്ട് പറയണം സുമി. ഞാൻ അവളെ ജീവന തുല്യം സ്നേഹിക്കുന്നു. ഞാൻ അവളെ സന്തോഷത്തോടെ നോക്കിക്കോളാം. അവള് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവക്ക് ഈ രാജുവിനെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അവളോട് നീ എന്നെപ്പറ്റി ഒന്ന് പറഞ്ഞു നോക്ക്. അവള് നിന്നെ അംഗീകരിക്കത്തില്ല രാജു. മാത്രമല്ല, അവള് നിന്നെ പ്രേമിക്കുന്നുമില്ല. അതുകൊണ്ട് പ്രേമോന്നുള്ള വാക്കിന് പോലും ഇവിടെ സ്ഥാനമില്ല. അവള് നിന്നെ വെറും ഒരു പാവയായിട്ടാ കാണുന്നത്. ഇപ്പൊ അവളുടെ ആവശ്യം കഴിഞ്ഞപ്പോ നിന്നെ എടുത്തു കളഞ്ഞു. നിനക്ക് ഈ ചെറിയ കാര്യം പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, എനിക്ക് സാധിക്കില്ല. അവളില്ലാതെ ഞാൻ ജീവിക്കില്ല. എന്റെ ലൈഫ്, എന്റെ എഡ്യൂക്കേഷൻ എല്ലാം ഞാൻ ഇല്ലാതാക്കും. മിണ്ടാരിയടാ, അങ്ങനെ നീ ചെയ്യരുത്. മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ജീവിതവും വിദ്യാഭ്യാസവും നീ നശിപ്പിക്കല്ലേ. നീ ഒരു നല്ല നിലയിലെത്തണം. ദാ നോക്ക് രാജു, നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്റെ അമ്മയുടെ ഏക പ്രതീക്ഷ നീയാണെന്നുള്ള കാര്യം മറക്കരുത്. അവരുടെ സ്വപ്നം നീ വേണം നിറവേറ്റാൻ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതെന്താണെന്ന് വെച്ചാ, അവളെക്കാളും നല്ലൊരു പെണ്ണും നിനക്ക് വേണ്ടി ഈ ലോകത്ത് കാത്തിരിപ്പുണ്ട്. അവളായിരിക്കും നിന്റെ പെണ്ണ്. അവള് തീർച്ചയായും നിന്നെ സ്നേഹിക്കും.
തീർച്ചയായിട്ടും അവളെ നിനക്ക് കിട്ടും. നീ ദാ നോക്ക്, ഞാൻ പറയുന്ന കേക്ക്. തീർച്ചയായിട്ടും അവള് നിന്നെ തേടി വരും. അവൾ തീർച്ചയായിട്ടും വരും. അങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടും. നീ വളരെ നല്ലവളാ. അങ്ങനെയുള്ളപ്പോ നീ എങ്ങനെ അവക്ക് ഫ്രണ്ട് ആയത്? രാജു, നീയായിരുന്നോ? ഞാൻ താക്കോൽ എടുത്തോണ്ട് പോവാൻ മറന്നുപോയി. നീ ആണെങ്കിൽ വാതിൽ അത്ര എളുപ്പം തുറക്കുന്നുമില്ല. എന്തു വിധിയോ എന്തോ. രാജു, നിനക്ക് ഓർമ്മയില്ലേ ഇവളെ? സുഖമാണോ? സുഖം. നിനക്കോ? നിന്നെ ഇവിടെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്ലീസ് വന്നിരിക്കൂ. അങ്ങോട്ടിരിക്കേ. കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ സുഹൃത്തുക്കളായിരുന്നോ? ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടല്ലോ. കാണാൻ തന്നെ വളരെ സന്തോഷം. രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ സുഹൃത്തുക്കളായിട്ടിരിക്കുന്നത് കാണാൻ തന്നെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ വളരെ സന്തോഷവും ഉണ്ട്. അത് വിട്ടേക്ക്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, നീ ഇരിക്കേ, ഞാൻ പോയി കൊണ്ടുവരാം. ഇവന് കോളേജിൽ വെച്ച് എന്നോട് എന്തൊരു പ്രേമമായിരുന്നെന്നോ. ഒരുപാട് സാധനങ്ങൾ എനിക്ക് വേണ്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പൊ ഞാൻ ഇവന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണ്ടേ? ശരിയല്ലേ? എനിക്കിവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, അറിയാമോ? ഏയ് സുമി, പറയുന്നേ. എനിക്കും ഇവന് വലിയ ഇഷ്ടമായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇവൻ ഒരു ദിവസം ശരിക്കും ഷൈൻ ചെയ്യുമെന്ന്. എന്തൊരു ബ്രൈറ്റ് ആൻഡ് ബ്രില്യന്റ് സ്റ്റുഡന്റ് ആയിരുന്നെന്നറിയാമോ? ഈ പഴയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സീരിയസ് ആയിട്ടാണോ പറയുന്നേ? നമ്മുടെ പ്രണയത്തെ കുറിച്ച് നീ മറന്നോ? എങ്ങനെ നിനക്ക് മറക്കാൻ പറ്റും? എനിക്ക് നിന്നെ മറക്കാനേ പറ്റില്ല. ഐ റിയലി മിസ്ഡ് യു ബേബി. നീ ഇപ്പോഴും സിംഗിൾ ആണോ? ഞാനും ഇപ്പോഴും സിംഗിൾ ആണെന്നേ. ശരി, നിങ്ങളിരിക്കേ, ഞാൻ പോയി ചായയും കേക്കും ഒക്കെ എടുത്തോണ്ട് വരാം. എനിക്ക് വേണ്ടി കാത്തിരിക്കണേ. അയ്യോ, കോളേജ് ലൈഫിന് ശേഷം നിന്നെ ശരിക്കും ഞാൻ മിസ് ചെയ്തു. ആക്ച്വലി നിന്നെ മീറ്റ് ചെയ്ത് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നീ എവിടെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഭാഗ്യത്തിനാണ് ഞാൻ മീറ്റ് ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അപ്പൊ തന്നെ നിന്നെ വന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെന്താ? ബിക്കോസ് ഐ ലവ് യു. കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. അക്കാലത്ത് എനിക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള പക്വതയില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് നീറ്റേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരുത്തി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം. അവൾ എനിക്ക് മാത്രം സ്വന്തമാണ്. ഒരു ദിവസം ഇല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ അവളെ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. സംസാരിക്കരുത്. നിന്റെ ജീവിതത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നാലും ധൈര്യത്തോട് നിന്നോടെല്ലാം പറഞ്ഞു. നീ എന്താ പറഞ്ഞിരുന്നേ? പറ. ചായ എത്തി. നല്ല ചൂടുള്ള ചായയാണ്, എടുത്തോളൂ.
എന്താ മിണ്ടാതിരിക്കുന്നേ? ഇവൾ ഒരു വാക്കുപോലും നിന്നോട് സംസാരിച്ചില്ലെന്ന് തോന്നുന്നു. ഇവള് ശരിക്കും ഒരു മണ്ടൂസ. ഇവക്കൊരു ബോയ് ഫ്രണ്ട് പോലും ഇല്ലെന്നേ. എത്രയോ പറഞ്ഞ് മനസ്സിലാക്കിയതാ, പക്ഷെ ഇവളുടെ തലേ കയറുന്നില്ല. ചായ തണുത്തു പോകുന്നേ, കുടിക്ക്. അപ്പോഴേക്ക് ഞാൻ കേക്ക് എടുത്തോണ്ട് വരാം. അല്ലേ, ഇതുവരെ ചായ കുടിച്ചേ ഇല്ലേ? ഇപ്പൊ ശരിക്കും അത് തണുത്തു പോയി കാണും. കോളേജ് ലൈഫിന് ശേഷം ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്തു സുമി. നിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒരു കാര്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നീ എവിടെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ബിക്കോസ് ഐ ലവ് യു. അപ്പൊ ശരി ഏതാണ് തെറ്റേതാണെന്ന് ശരിക്കും ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള പക്വതയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം മനസ്സിലായി. നിന്റെ ജീവിതത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് എല്ലാം പറഞ്ഞു. അവൾ ഇവിടെ ഇല്ല. അവൾ ഔട്ട് ഓഫ് സ്റ്റേഷനാ. അടുത്തൊരു ജോലിയായിട്ട് വന്നതാ. നിന്നെയും കൂടി കാണാമെന്ന് വിചാരിച്ചു. അതാ ഇങ്ങോട്ട് വന്നത്. ഞാനിപ്പോ വന്നത് നിന്റെ അടുത്തുനിന്ന് ഉത്തരം തേടിയാണ് സുമി. നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം. നമുക്കൊന്നിച്ച് ജീവിക്കാം. എന്റെ യഥാർത്ഥ സ്നേഹം നിന്നോടാണെന്ന് മനസ്സ് പറയുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ നിനക്കും എന്നെ ഇഷ്ടമായിരുന്നു. നീ അത് പല പ്രാവശ്യം എന്നോട് പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഈ ഇഡിയറ്റിന് അപ്പോഴത് മനസ്സിലായില്ല. പറയൂ സുമി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ല തെറ്റാണോ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇനി നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരില്ല. നീ എന്തൊക്കെ ഈ പറയുന്നേ? നീ എനിക്ക് പ്ലീസ് സുമി, സുമി പറ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടാണ്, മനസ്സിലായോ? ഞാൻ നിന്റെ കൂടെ വന്ന അവള് പിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടില്ലേ? ഞാനത് ആഗ്രഹിക്കുന്നില്ല. നോക്ക്, ഞാൻ അവിടെ എക്സ് ബോയ് ഫ്രണ്ട് മാത്രമല്ല, നമുക്ക് രണ്ടുപേർക്കും അറിയാം അവൾ എന്നെ ഒരിക്കലും പ്രേമിച്ചിട്ടില്ലെന്ന്. സുമി, എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നീ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നോ അതേ ഇല്ലയോ എന്ന് പറ സുമി, പറ പ്ലീസ്, പറയൂ. ഞാൻ സ്നേഹിച്ചിരുന്നു. ജീവന് തുല്യം നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. നീ എനിക്ക് ജീവനായിരുന്നു. I love you, Sumi. ആരാ അത്? വാ, ധൈര്യമായിട്ട് പറ. പറ. ഭാര്യയുടെ അനിയത്തി പകുതി ഭാര്യയെ പോലെയാ. എന്താ പറഞ്ഞേ? ഭാര്യയുടെ അനിയത്തിയോ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അടുത്ത മാസം ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. അപ്പൊ നീ എന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? ശരിയല്ലേ? ഇതെന്തൊക്കെ വിട്ടിത്തരവാ ഇവനീ പറയുന്നത് സുമി? ഞങ്ങൾ അടുത്ത മാസം കല്യാണം കഴിക്കാൻ പോവാ. You slag? ഇങ്ങനെ
ചെയ്യാൻ നിനക്ക് നാണമില്ലേ? എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ നീ ശൃംഗരിച്ച് നടക്കുന്നോ? ഇവനെ എന്ത് ചെയ്താടി നീ വലയി വീഴ്ത്തിയത്? പറയ്. എത്ര തവണ അവന്റെ കൂടെ കിടന്നത്? മിണ്ടാതിരുന്നോണം, പറഞ്ഞേക്കാം. ഞാനോ? എന്തിനു മിണ്ടാതിരിക്കണം? എന്നെ ഇത്രമാത്രം ചതിച്ചിട്ട് എന്നോട് സംസാരിക്കാൻ നിനക്ക് ഒട്ടും നാണം തോന്നുന്നില്ലേ? ബാസ്റ്റേർഡ്! ഇങ്ങനൊക്കെ പറയാനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത് അത് പറ. ആ അധികാരം ആരാ തന്നെ? നീ എന്തെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? നിനക്ക് എങ്ങനെ ഒരാളെ പ്രേമിക്കാൻ പറ്റും? കാരണം നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാ നീ. പ്രേമോന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി സന്തോഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് നീ. യഥാർത്ഥ സ്നേഹം നിനക്ക് ഒരിക്കലും ലഭിക്കില്ല, ഒരിക്കലും ലഭിക്കില്ല. പ്ലീസ് വേണ്ട, ദയവ് ചെയ്ത് അങ്ങനൊന്നും പറയരുത്. ഇല്ല, ഇന്ന് ഞാൻ ഇവളോട് പറഞ്ഞിട്ടേ പോവൂ. ഇന്ന് ആര് തടഞ്ഞാലും അത് ഞാൻ നിർത്തില്ല. കണ്ടില്ലേ, നിന്നെ നാണം കെടുത്തരുതെന്ന് പറഞ്ഞ് അവളെന്റെ വായടയ്ക്കാൻ നോക്കുക. പക്ഷെ ജീവിതകാലം മുഴുവനും നീ അവളെ നാണം കെടുത്തിക്കൊണ്ടിരുന്നു. നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവിടെ അച്ഛനെയും അമ്മയും വിട്ടിട്ട് ഇവള് നിനക്ക് വേണ്ടി ഇവിടെ ജീവിക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്കൊരാൾ ലഭിക്കുന്നത് വരെ അവിടെ ജീവിതത്തിലേക്ക് അവൾ മറ്റൊരു വ്യക്തിയെ അലോ ചെയ്തില്ല. എന്നിട്ട് നീ അവളെ അവക്ക് നിന്നെ ആരും വഴക്ക് പറയുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷെ നീ ഉണ്ടല്ലോ, സ്വാർത്ഥമതി. നീ ഇങ്ങനെ ഉള്ളതുകൊണ്ടാ നിന്റെ മാതാപിതാക്കൾ ഒരിക്കലും നിന്റെ കൂടെ താമസിക്കാത്തത്. വേണമെങ്കിൽ നോക്കിക്കോ, നീ ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് ചാവും. അപ്പോഴും ആരും നിന്നെ വന്ന് സഹായിക്കില്ല. ഇനിയും നിനക്ക് സമയമുണ്ട്, മാറാൻ നോക്ക്. സുമി, ചെല്, പോയി നിന്റെ തിങ്സ് ഒക്കെ പാക്ക് ചെയ്ത് എടുത്തോണ്ട് വാ. ചെല്ലാൻ, ഞാൻ പറയുന്നത് കേക്ക്. ചെല്ലാൻ. എന്നോട് ക്ഷമിക്ക് സുമി, എന്നെ വിട്ടു പോകരുത്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. നീ എന്നെ വിട്ടു പോകരുത് സുമി. എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക് സുമി. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്ക് സുമി. ഞാനാ തെറ്റുകാരി. എന്നെ വിട്ടു പോകരുത് പ്ലീസ്. എന്നെ വിട്ടു പോകരുത്. പ്ലീസ് പോകരുത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല.